പ്രഭാഷകൻ 48:1. അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകനാര്? ഏലിയ. ഏലിയായുടെ വാക്കുകൾ ജ്വലിച്ചത് എങ്ങനെ? പന്തം പോലെ. 48:1 സമാനമായ വാക്യം 1 രാജാക്കന്മാർ 17:1. 48:2. ഏലിയ ജനങ്ങളുടെ മേൽ വരുത്തിയത് എന്ത്? ക്ഷാമം. ആരുടെ തീഷ്ണതയിലാണ് ജനങ്ങളുടെ എണ്ണം ചുരുങ്ങിയത്? ഏലിയായുടെ. 48:3. കർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട് ആകാശവാതിലുകൾ അടച്ചത് ആര്? ഏലിയ. ഏലിയ ആരുടെ വാക്കുകൾ കൊണ്ടാണ് ആകാശവാതിലുകൾ അടച്ചത്? കർത്താവിൻ്റെ. ഏലിയ എത്ര പ്രാവശ്യം ആകാശത്തു നിന്ന് അഗ്നി ഇറക്കി? 3 പ്രാവശ്യം. 48:4. ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര ഡാഷ് മഹത്വമുള്ളവൻ? അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഏലിയായെക്കുറിച്ച്. 48:5. ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചത്? അത്യുന്നതൻ്റെ വാക്കുകൊണ്ട്. അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഉയർപ്പിച്ചത് എന്ത്? ഒരു ജഡത്തെ. 48:6. ആരെയാണ് ഏലിയ നാശത്തിലേക്ക് നയിച്ചത്? രാജാക്കന്മാരെ. ഏലിയ കിടക്കയിൽ നിന്നും താഴെ ഇറക്കിയതാരെ? പ്രസിദ്ധന്മാരെ. 48:7. ഏലിയ ഭീഷണികൾ ശ്രവിച്ചത് എവിടെ വെച്ച്? സീനായിൽ വെച്ച്. ഏലിയ ഹോറബിൽ വെച്ച് ശ്രവിച്ചത് എന്ത്? പ്രതികാരത്തിൻ്റെ വിധികൾ. 48:8. ശിക്ഷ നടത്താൻ ഏലിയ ആരെയാണ് അഭിഷേകം ചെയ്തത്? രാജാക്കന്മാരെ. ഏലിയായെ പിന്തുടരാൻ അഭിഷേകം ചെയ്തത് ആര്? പ്രവാചകന്മാരെ. 48:9. എന്തിനെ ബന്ധിച്ച രഥത്തിലാണ് ഏലിയ അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ സംവഹിക്കപ്പെട്ടത്? ആഗ്നേയാശങ്ങളെ ബന്ധിച്ച രഥത്തിൽ. ആഗ്നേയാശങ്ങളെ ബന്ധിച്ച രഥത്തിൽ എന്തിലാണ് ഏലിയ സംവഹിക്കപ്പെട്ടത്? അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ. 48:10. മറ്റ് പുസ്തകങ്ങളിൽ എവിടെ കാണുന്നു? മലാക്കി 4:5. ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിന്. ആരുടെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിന്? ദൈവത്തിൻ്റെ കോപം. ആരുടെ ഹൃദയത്തെയാണ് പുത്രനിലേക്ക് തിരിക്കുന്നത്? പിതാവിൻ്റെ ഹൃദയത്തെ. ഏതു ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുള്ളത്? യാക്കോബിൻ്റെ ഗോത്രങ്ങളെ. 48:11. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ഡാഷ് ജീവിക്കും. 48:12. ചുഴലിക്കാറ്റ് വലയം ചെയ്തത് ആരെ? ഏലിയായെ. ഏലിയായുടെ ചൈതന്യം നിറഞ്ഞത് ആരിൽ? ഏലീഷായിൽ. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല, ആരും അവനെ കീഴടക്കിയില്ല. ആരെ? ഏലീഷായെ. 48:12 സമാന വാക്യം 2 രാജാക്കന്മാർ 2:9-15. 48:13. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല, മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ആര്? ഏലീഷ. 48:14. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ തന്നെ മരണശേഷവും അത്ഭുതം പ്രവർത്തിച്ചത് ആര്? ഏലീഷ. 48:15. ഈ അത്ഭുതങ്ങൾ കണ്ടിട്ടും അനുതപിക്കാത്തതും പാപത്തിൽ നിന്നും പിന്മാറിയുമില്ല. ആര്? ജനം. ജനത്തെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയത് എവിടെ നിന്ന്? സ്വദേശത്ത് നിന്ന്. അവർ ഭൂമിയിലെങ്ങും ചിതറി. ആര്? ജനങ്ങൾ. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ആരോടുകൂടെയുള്ള ഭവനങ്ങളിൽ അധികാരികളോടുകൂടെ അവശേഷിച്ചു. ദാവീദിൻ്റെ. 48:16. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ ഡാഷ് പാപത്തിൽ മുഴുകി.